നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ചൈനയിലാട്ടോ ഇപ്പോൾ ഉള്ളത്. നിങ്ങൾക്ക് ഒരു അടിപൊളി മുതലും ഒരു അടിപൊളി ഷോറൂമും പരിചയപ്പെടുത്താവുന്നതാണ്. അതായത് ആ കാണുന്ന ലോകങ്ങൾ എം ഐൻ്റെ ഫോണുകളുള്ള നമ്മൾ കണ്ടിട്ടുണ്ടാവുക. എം ഐൻ്റെ വണ്ടി ഇറങ്ങിയിട്ടുണ്ട്, കാറുകൾ, അതൊന്നും നിങ്ങളെ കാണിക്കുക. മുതൽ വണ്ടി എന്ന് പറഞ്ഞാൽ മുതൽ കാറാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഷോമി എന്ന ബ്രാൻഡിൻ്റെ വാഹനങ്ങളാണ് ഇന്ന് കാണാൻ പോകുന്നത്. വരി സെയ്ർബായ് നമ്മുടെ ചൈനയിലുള്ള നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് സെയ്ർബായ് ആണ്. സെയ്ർബായിൻ്റെ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നാട്ടിലേക്കാണെങ്കിലും ഏത് രാജ്യത്തോട്ടും ചൈനയിലെ പ്രൊഡക്റ്റുകൾ എക്സ്പോർട്ട് ചെയ്യാം അല്ലേ? അതെ. ഏകദേശം എത്ര വർഷമായി നമ്മളിവിടെ? 2007 മുതൽ കമ്പനിയുണ്ട്. അപ്പം നിങ്ങൾക്ക് ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ ചൈനയിലെ വല്ല പ്രൊഡക്റ്റൊക്കെ നിങ്ങൾക്ക് നാട്ടിലേക്ക് ആവശ്യമുള്ള ആളുകൾ, ഫർണിച്ചർ ആയിക്കോട്ടെ, ആക്സറീസ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് എന്തോ സാധനങ്ങളായിക്കോട്ടെ അല്ലേ, നാട്ടിലേക്ക് അതിൻ്റെ കുറച്ച് ലീഗൽ വശങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അനുവദനീയമായ പ്രൊഡക്റ്റ് ആയിരിക്കണം. GCCയിലോട്ടോ ഇന്ത്യയിലോട്ടോ എവിടേക്കുവാണെങ്കിലും സെയ്ർബായിനായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യേണ്ട നമ്പറും കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളേ ഷോറൂമിൻ്റെ ഉള്ളിൽ എൻ്റർ ചെയ്തു. നമ്മൾ പോർഷേൻ്റെ ഷോറൂമിലൊക്കെ കാണുന്ന പോലെ തന്നെ പല കളറിലുള്ള വണ്ടികൾ, ജംസ് മുട്ടായിൻ്റെ കളറിലുള്ള വണ്ടികൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇതാണ്ടോ, മഞ്ഞ, ഗ്രേ, പല കളറിലുള്ള വാഹനങ്ങളും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇതൊരു സ്പോർട്സ് ഇനത്തിൽ വരുന്ന വണ്ടി കേട്ടോ. ഷോമിൻ്റെ SU7 അൾട്ര എന്ന വേരിയൻ്റാണ്. ഇപ്പോൾ ഇതിന് റെക്കോർഡുമാരുണ്ട്. വേൾഡിലെ ഏറ്റവും കൂടുതൽ സ്പീഡിലെ കാറ് ഇതാണ്. ഇതിൻ്റെ പേരിലാണ് ഈ റെക്കോർഡ് വന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. നമുക്ക് ചോദിച്ചറിയാം. ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ കണ്ടങ്ങൾ. ഓ യാ മോനെ, അടിപൊളി ലുക്ക് പറഞ്ഞാൽ അടിപൊളി ലുക്ക് കേട്ടോ. കിഡിലെ വണ്ടി പറഞ്ഞാൽ കിഡിലെ വണ്ടിയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇതാണ്ടോ, ഓ മൈ ഗോഡ്. ഇതേ അധികം സ്വിച്ചുകൾ കാര്യങ്ങളൊന്നുമില്ല, ഫുള്ള് ഈ ടാബിലാണ് ഇതിൻ്റെ കൺട്രോൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അതായത് നമ്മളിപ്പോൾ ഈ ഷോറൂമിൽ ഇപ്പോൾ എൻ്റർ ചെയ്തിട്ടുള്ളൂ. കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഒരു പ്രശ്നമുള്ളത് എന്താ വെച്ചാൽ ഇവർക്ക് ആർക്കും ഇംഗ്ലീഷ് അറിയില്ല. നമുക്കറിയാവുന്ന രീതിയിൽ നമ്മുടെ മുറിയൻ ഇംഗ്ലീഷ് വെച്ചിട്ട് ഇവരോട് ചോദിച്ചാൽ അവർക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ നമുക്കറിയാവുന്ന രീതിയിലൊന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങളെ പരിചയപ്പെടുത്താം. കിഡിലും മുതലാട്ടത്. സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടണൊക്കെ ഇവിടെ വന്നിട്ടുള്ളത്. ഇതുണ്ടോ, ഷോമി എന്നുള്ള ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. നമ്മൾ മെക്ലാരൻ, ഫെറാരി ഇതിലൊക്കെ കാണുന്ന പോലെ തന്നെയാണ് ഇതിൻ്റെ ഇൻറ്റീരിയറും ഈ വണ്ടിൻ്റെ സ്പോർട്സ് കാറിൻ്റെ ലുക്കൊക്കെ വന്നിട്ടുള്ളത്. ഇതിൻ്റെ വീലൊക്കെ കണ്ടോ, കിഡിലെ ലുക്കിലാട്ടോ, അടിപൊളി. അൾട്ര എന്നുള്ളൊരു ബാഡ്ജിങ് ഇവിടെ ഉണ്ട്. അതേപോലെ ഇതൊക്കെ ക്യാമറയാണ്. ഈ സൈഡ് പെൻഡറിലൊക്കെ ക്യാമറ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മിററിലൊക്കെ കാർബൺ ഫൈബറിൻ്റെ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. ഇതാണ്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ ബമ്പറിൻ്റെ അടിയിൽ വന്ന സ്കേർട്ടിങ് കാര്യങ്ങളൊക്കെ കിഡിലെ ലുക്കാട്ടോ. അതേപോലെ ഫ്രണ്ടിൽ MI എന്നുള്ള ബാഡ്ജിങ് ആണ് കൊടുത്തിട്ടുള്ളത്. ബാക്കിൽ ഷോമി എന്നുള്ള ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. MIൻ്റെ ലോഗോ ആണ് ഫ്രണ്ടിൽ വന്നിട്ടുള്ളത്. ഹെഡ്ലൈറ്റിൻ്റെ ഒക്കെ ലുക്ക് കണ്ടോ. അതായത് നമ്മൾ പോർഷേൻ്റെ ലുക്ക് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആ ബാഡ്ജിങ് മാറ്റി പെട്ടെന്ന് കണ്ടാൽ ഇത് MIൻ്റെ വാഹനമാണെന്ന് തോന്നില്ല. അതേ ലുക്കിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അടിപൊളി കേട്ടോ, ഒരു രക്ഷയില്ല. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡ് പറഞ്ഞാൽ സ്പോർട്സ് കാറിലൊക്കെ ഉള്ള പോലെ തന്നെ അധികം വലിയ സ്പേസ് ഉണ്ടാവില്ല. ഇത് യാത്രാ കംഫർട്ടിനുള്ള വണ്ടിയല്ല, യാത്ര ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കുള്ള വണ്ടി അല്ലത്. ഇത് ഡ്രൈവിംഗ് പ്രാന്തന്മാർക്കുള്ള വണ്ടിയാണ്. സൺറൂഫോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതാണോ ഇതിൻ്റെ ഇവിടെ പിടിക്കാല സെറ്റപ്പൊക്കെ വന്നിട്ടുള്ളത്. അതായത് ഇത് കൂടുതൽ ഫീച്ചേഴ്സ് ലോഡഡ് ആവില്ല. ഇനി കുറച്ച് ഫീച്ചേഴ്സ് ലോഡായി വരുന്ന വണ്ടി വേറെ ഉണ്ട്, അത് നമുക്ക് കാണാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വണ്ടീൻ്റെ വിശേഷങ്ങൾ. ജസ്റ്റ് ഇവിടെ പ്രസ് ചെയ്താൽ ബൂട്ട് ഓപ്പൺ ആവും. അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് നമുക്ക് തുറന്നു നോക്കാം. കണ്ടോ, ഇവിടെ ചെറിയ സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളി കേട്ടോ, യെല്ലോ കളറിൽ ഈ വണ്ടി വേറൊരു ലുക്ക്. ഇതിൻ്റെ ബാക്ക് കണ്ടോ, സ്കേർട്ടിങ്ങും കാര്യങ്ങളും അതേപോലെ സ്പോയിലറൊക്കെ കൊടുത്ത്. ഈ സ്പോയിലർ കാർബൺ ഫൈബറാണ്. അടിപൊളി കേട്ടോ, കിഡിലെ ലുക്ക്. ഇതിൻ്റെ പ്രൈസ് ഒന്ന് ചോദിച്ചോട്ടെ. ഹലോ, ഹൗ മച്ച് ഫോർ ദിസ് വൺ? RMB. ഇതാണ് RMB ഇൻറ്റു 12. വരും. അതായത് 63.5 ലക്ഷം രൂപക്ക് ഈ കാർ വാങ്ങാൻ പറ്റും. ഇത് ഇതേപോലത്തെ ഒരു സ്പോർട്സ് കാർ വാങ്ങണമെങ്കിൽ എത്ര വരും നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. ഇവിടെ 63.5 ലക്ഷം രൂപ, 350 km/h സ്പീഡ് കിട്ടും. പിന്നെ വേറൊരു കാര്യം നമ്മുടെ നാട്ടിൽ ഇത് കിട്ടുകയില്ല. കാരണം എന്താ അറിയോ, ഇവിടെ തന്നെ കൊടുക്കാനില്ല. അതാണ്, ഫുള്ള് ബുക്കിംഗ് ആണ് ഇവിടെ. ചൈനക്കാർക്ക് തന്നെ കിട്ടാനില്ല. ഒരു വർഷം ബുക്ക് ചെയ്ത് ഒരു വർഷം കഴിഞ്ഞ് കിട്ടും. എന്തായാലും 1, 2, 3 വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട് ഇന്ത്യയിലോട്ടൊക്കെ. പക്ഷെ കിട്ടില്ല. ഇത് നാട്ടില് ഇപ്പോൾ നമ്മൾ പോർഷെ അത് മറ്റു ബ്രാൻഡുകളാണെങ്കിൽ 2 കോടി, 2.5 കോടി, 3 കോടി രൂപ വില വരും. പിന്നെ ഇതിന്റെ
ഷൈനിങ് കണ്ടോ നിങ്ങൾ ബോഡിൻ്റെ അടിപൊളിയാട്ടോ കിഡിലെ ലുക്കാണ്. അപ്പോൾ ഇത് സ്പോർട്സ് ഇനത്തിൽ വരുന്ന വണ്ടി അപ്പോൾ നിങ്ങൾ കണ്ടത്. അടുത്ത് നമ്മൾ ഒരു സെഡാൻ കാർക്ക് വരാം. ഇതുണ്ടോ, ഇത് നമ്മളെ പോർഷെ പനമേരൻ്റെ ലുക്കിലുള്ള വണ്ടിയാണ്. ഇത് ഞങ്ങൾ കാണിക്കാം. അതായത് SU7, അതായത് സ്പോർട്സ് കാറിൻ്റെ ലുക്കല്ല, സ്പോയിലറോ കാര്യങ്ങളോ അത്തരം ഫീച്ചേഴ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി ഇതിൻ്റെ ഇൻറ്റീരിയർ ഒന്ന് കാണിക്കാം. ഇതാണ്ടോ, ഇത് കുറച്ച് ക്യൂട്ട് ലുക്കാണ്. അതായത് സ്പോർട്സ് കാർ ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്കൊക്കെ പറ്റിയ മുതൽ അല്ലേ. IMB. അതായത് 25,90,800 രൂപയാണ് ഇന്ത്യൻ മണിക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ. ആ പ്രൈസിന് ഷോമിൻ്റെ MIൻ്റെ വാഹനം വാങ്ങാം നമുക്ക്. ഇതിൻ്റെ ടാബ് ഉണ്ടെങ്കിൽ ഇതിൽ ഫുള്ള് ചൈനീസ് ലാംഗ്വേജ് ആണ്. അടിപൊളി വണ്ടി കേട്ടോ. ഇതിൻ്റെ സീറ്റിൻ്റെ ലുക്കൊക്കെ ഇത് ഒരു സ്പോർട്സ് കാറിൽ വരുന്ന സീറ്റിൻ്റെ ലുക്ക് ഉണ്ട്. പക്ഷേ ഈ ഒരു മെറ്റീരിയലൊക്കെ കണ്ടോ, വുഡിൻ്റെ നല്ല പ്രീമിയം ടച്ചിലാണ് ഈ ആംബിയൻ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമുക്ക് കാണാൻ പറ്റുക. ഇതിൽ റൂഫുണ്ട്. റൂഫ് പറഞ്ഞാൽ സൺ റൂഫ് തുറക്കാൻ പറ്റില്ല, മൂൺ റൂഫാണ്. പക്ഷെ അടിപൊളി ലുക്കിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ഒരു വൈറ്റ് കളർ തീമിലാണ്. ഈ കളർ കണ്ടോ, ഇത് വേറെ കളറുണ്ട്, ബ്ലൂ. ഇത് വെറൈറ്റി വേറെ കളറ്. ഇത് അതേ മോഡൽ വണ്ടിയിൽ കുറച്ച് സ്പോയിലറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കുറച്ച് ഫിറ്റിങ്സ് ആഡ് ചെയ്ത വണ്ടിയാണിത്. ഇതും SU7 തന്നെയാണ്. മാക്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ലിമിറ്റഡ് എഡിഷനിൽ വന്നേക്കാറും. ഇതിൻ്റെയൊക്കെ വീലൊക്കെ വ്യത്യാസമുണ്ട്. ഇതിൻ്റെ വീലുണ്ടോ, ഇതിൻ്റെ വീലൊരു സ്പെഷ്യൽ വീൽ കിട്ടോ, MIൻ്റെ ബാഡ്ജിങ്ങോട് കൂടി ഇതുണ്ടോ, ഒരു മോഡൽ വീൽ. ഇതൊന്നും വേറെ വണ്ടിയിൽ നമ്മൾ കാണാത്ത മോഡൽ. ഇതും മിച്ചിലിൻ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ടയറാണ്. 20 സൈസ് വീലാട്ടോ ഈ വണ്ടിയിലൊക്കെ വന്നിട്ടുള്ളത്. 20 സൈസ് വീലാണ്. ഇതൊക്കെ ക്യാമറ ഇട്ടതുണ്ടോ, ഇതൊക്കെ വന്നിട്ടുള്ളത് ക്യാമറ. സംഭവം അടിപൊളി ലുക്ക് കിട്ടോ. ഇവിടുത്തെ പ്രത്യേകത പറഞ്ഞാലേ ക്യാമറക്ക് അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് ഇവർ. അത് വണ്ടിയിലാണെങ്കിലും റോഡിലാണെങ്കിലും ഷോപ്പുകളിലാണെങ്കിലും വീടുകളിലാണെങ്കിലും അത്രത്തോളം സെക്യൂരിറ്റിക്ക് അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുണ്ടോ, പല കളറ് വണ്ടികളുണ്ട്. പിന്നെ ഇവിടെ വരെ ആക്സറീസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഷോറൂം റിവ്യൂ ആണല്ലോ, ഒക്കെ കാണിക്കാം. എല്ലാ ഷോറൂമിലും ഉണ്ടാവും അത് അതാത് ബ്രാൻഡിൻ്റെ ആക്സറീസൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് നമ്മളെ സഫാരി കാർസിൻ്റെ ഇതേപോലത്തെ കുറച്ച് പ്രൊഡക്റ്റ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ സഫാരി കാർസിൻ്റെ ഷോറൂമിലും ഇതേപോലെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാമല്ലോ. ഇതുണ്ടോ, അവരാ കാറ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇത് ആ സെയിം ലുക്കിൽ തന്നെ അല്ലേ, കളറും കാര്യങ്ങളൊക്കെ. ഇതുണ്ടോ, നമ്മൾ കണ്ട 2 കളറ് കാറുകളും ഉണ്ട്. അതേപോലെ അവരെ ബാഗുകളുണ്ട്. ഇതാണ് നമ്മൾ ഫോൺ ഹോൾഡറുകളാണ് ഈ വന്നിട്ടുള്ളത്. കാറിൽ പിടിപ്പിക്കാൻ പറ്റിയ ആക്സറീസുകളാണ്. ഇതൊക്കെ പിടിപ്പിച്ച വണ്ടിയാണ് ഈ കിടക്കുന്നത്. ഈ ബ്ലൂവിൽ ഇവരിത് ആക്സറീസ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. കാണിച്ചു തരാം. ഇതാണ്ടോ ആ പിന്നെ നമ്മളുടെ ഇതിൻ്റെ മേലെ ഡിസ്പ്ലേൻ്റെ മേലെ ഫിറ്റ് ചെയ്തിരിക്കണ്. അപ്പോൾ അത്തരം ആക്സസറീസൊക്കെ നമുക്ക് ഇതിൽ ഫിറ്റ് ചെയ്യാൻ പറ്റും. ഇതേ ഓരോ കളറിനും ഓരോ ഇൻറ്റീരിയറും വേറെ കളറാട്ടോ. ഈ കളർ വണ്ടീൻ്റെ ഇൻറ്റീരിയർ കണ്ടോ, റെഡ് തീമിലാണ് അല്ലേ. ഇത് റെഡ്, അത് ബ്ലാക്ക്, ഒന്ന് ബീജ്, ഒന്ന് പ്യൂർ വൈറ്റ്. പല കളറിൽ ഇൻറ്റീരിയറും പല വെറൈറ്റി അലൈവിലും. അതായത് ഓരോ കളർ വണ്ടിക്കും മാച്ചാണ് രീതിയിലാണ് ഇതിൻ്റെ വീലുകളും കൊടുത്തിട്ടുള്ളത്. ഇതാണ്ടോ, ഇതിൻ്റെ ഇവിടെയൊക്കെ ക്യാമറയാണ്. ഇതാണ്ടോ സൈഡ് വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ ബോണറ്റ് ഒന്ന് ഓപ്പൺ ആക്കി ഞങ്ങളെ കാണിക്കട്ടോ. അയ്യോ, അതായത് ഈ ബോണറ്റ് ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനെ ലഗേജ് ഇതിൽ കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഒരു ഉദാഹരണത്തിന് അവിടെ അവർ ഒരു ട്രോളി ബാഗും വെച്ചിട്ടുണ്ട്. അടിപൊളി. ഇതധികം വെയിറ്റ് ഒന്നുമില്ല കേട്ടോ. ബോണറ്റ് ഓപ്പൺ ആക്കുമ്പോഴേ വലിയ വെയിറ്റ് ഒന്നുമില്ല, സിമ്പിളാണ്. പിന്നെ ഇത് എടുത്ത് പറയേണ്ടതെന്താണോ, ഇതിൻ്റെ കളറ്, അതായത് ഇതിൻ്റെ ഷൈനിങ് കിഡ് ലുക്കാണ്. ഇതാണോ, ഇത്ര കളറുകളൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഇവരെ ആ കളറുകളൊക്കെ അവിടെ ഒരു ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇതാണോ, താഴൊക്കെ ഉണ്ട്. ഇനി ഇതാണ്ടോ, ഇതൊക്കെ അവരെ വീലുകളാണ്. 3 ഐറ്റം വീലുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇതൊക്കെ അവരെ ഇൻറ്റീരിയർ മെറ്റീരിയലാണ്. ആ കളറുകൾ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ ഷോറൂമും അടിപൊളി ലുക്കിലാട്ടോ. അതായത് നമ്മൾ ചൈനയിൽ വരുമ്പോഴേ നമ്മുടെ ഇഷ്ടവും നമ്മുടെ പാഷനും നമ്മുടെ ബിസിനസ്സും നമ്മുടെ ജീവിതമാർഗ്ഗവും ഒക്കെ വാഹനങ്ങളാണ്. അപ്പോൾ ഇതിനെപ്പറ്റി സ്റ്റഡി നടത്താനും പഠിക്കാനും ഇവരെ ഷോറൂം വിസിറ്റ് ചെയ്യാനൊക്കെ വന്നതാണ്. അപ്പോൾ ഞാൻ കണ്ട കാഴ്ചകൾ നിങ്ങളുമായി ഒന്ന് പരിചയപ്പെടുത്തിയതാണ്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇവർ ഓൺലി ഇലക്ട്രിക് കാർ മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ. പെട്രോളിലോ ഡീസലിലോ ഒന്നും അവൈലബിൾ അല്ല. ഓൺലി ഇലക്ട്രിക് കാറുകളാണ്. ഏകദേശം 600 കിലോമീറ്റർ റേഞ്ച് കിട്ടും. അതായത് ഫുൾ ചാർജിൽ 600, 700, 800 കിലോമീറ്റർ വരെ റേഞ്ച് കിട്ടണേ. അതായത് ഏറ്റവും ആ ലിമിറ്റഡ് എഡിഷൻ വണ്ടി എന്ന് പറഞ്ഞില്ലേ, മാക്സ് എന്ന് പറയുന്നത്, അതിന് ഏകദേശം 800 കിലോമീറ്ററോളം ഫുൾ ചാർജിൽ നമുക്ക് ഓടിക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ റേഞ്ച് വരുന്നത് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ.
പിന്നെ ഇതിൻ്റെ സ്പീഡിൻ്റെ കാര്യമൊക്കെ ഞങ്ങൾ കാണിച്ചു. അതൊക്കെ പവർഫുൾ വെഹിക്കിളാണ്. അത്രത്തോളം സ്പീഡിൽ നമുക്ക് ഈ വണ്ടി ഓടിക്കാൻ പറ്റും. പിന്നെ 1 വർഷമാണ് ഈ കാറിൻ്റെ ബുക്കിംഗ് വരുന്നത്. നമുക്ക് ഇന്ത്യയിലൊക്കെ ഇത് എന്തെത്തും എന്ന് വരുന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ പങ്കുവെക്കുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ അടുത്തൊരു സ്പെഷ്യൽ കാറിൻ്റെ വീഡിയോ വരുന്നുണ്ട്. ചൈനയിൽ തന്നെ സ്പെഷ്യൽ കാറുകളും വാഹന വിശേഷങ്ങളും വാഹന കൾച്ചറൊക്കെ നിങ്ങളെ കാണിക്കാണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഈ വീഡിയോ ഇതുവരെ കണ്ട എന്നെ കേട്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക്